അമേരിക്കയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ IT രംഗത്ത് വർക്ക് പെർമിറ്റ് ആഗ്രഹിക്കുന്ന മലയാളി പ്രൊഫഷണലുകൾക്ക് വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ US-ൽ നിന്നും പുറത്തു വരുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അമേരിക്കൻ കുടിയേറ്റ നിയമങ്ങളിൽ വീണ്ടും വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സെപ്റ്റംബർ 9 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമപ്രകാരം H-1B L-1 വിസകളിൽ അമേരിക്കയിൽ തുടരുന്ന ജീവനക്കാരുടെ വിസ എക്സ്റ്റൻഷൻ അഥവാ കാലാവധി നീട്ടിയെടുക്കുന്നതിന് കമ്പനികൾ വൻതുക അധിക ഫീസായി നൽകേണ്ടി വരും. ഒരു H-1B വിസ നീട്ടിയെടുക്കാൻ $4000 L-1 വിസ നീട്ടിയെടുക്കാൻ $4500 അധികമായി അടയ്ക്കേണ്ടി വരുന്നത്. ഇതിനകം തന്നെ കടുത്ത സാമ്പത്തിക ബാധ്യതകളും ലേ ഓഫുകളും നേരിടുന്ന അമേരിക്കൻ കമ്പനികൾക്ക് ഇതൊരു വൻ തിരിച്ചടിയാണ്. ഈ തീരുമാനത്തിന്റെ പ്രധാന ഇരകൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ IT ജീവനക്കാരാണെന്ന് പറയാം. എന്തുകൊണ്ടാണ് അമേരിക്കൻ സർക്കാർ ഇത്രയും വലിയൊരു ഫീസ് വർധനവ് വരുത്തിയത്? ഏതൊക്കെ കമ്പനികളെയും ജീവനക്കാരെയുമാണ് ഇത് ബാധിക്കുക? ഈ പുതിയ തീരുമാനം ഇന്ത്യക്കാരുടെ തൊഴിൽ സുരക്ഷിതത്തെയും ഗ്രീൻ കാർഡ് പ്രതീക്ഷകളെയും എങ്ങനെ ബാധിക്കുമെന്ന് വിശദമായി തന്നെ നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ പുതിയ ഫീസ് എന്ന് മനസ്സിലാക്കാം. ഇതിനെ അമേരിക്കൻ സർക്കാർ വിളിക്കുന്നത് 9/11 റെസ്പോൺസ് ആൻഡ് ബയോമെട്രിക് എൻട്രി എക്സിറ്റ് ഫീ എന്നാണ്. 2015 അമേരിക്കൻ കോൺഗ്രസ് കൊണ്ടുവന്ന പബ്ലിക് ലോ 114-113 അടിസ്ഥാനമാക്കിയാണ് ഈ ഫീസ് ഈടാക്കുന്നത്. അമേരിക്കയിലെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനും ബയോമെട്രിക് എൻട്രി എക്സിറ്റ് സിസ്റ്റങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനും വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ജീവനക്കാരന് ആദ്യമായി H-1B അല്ലെങ്കിൽ L-1 വിസ സ്റ്റേറ്റസ് അനുവദിക്കുമ്പോഴോ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ജോലി മാറുമ്പോഴോ മാത്രമായിരുന്നു ഈ ഫീസ് ഈടാക്കിയിരുന്നത്. എന്നാൽ പുതിയ ഫെഡറൽ രജിസ്റ്റർ വിജ്ഞാപനം അനുസരിച്ച് സെപ്റ്റംബർ 9 മുതൽ സാധാരണയായി ചെയ്യുന്ന റുട്ടീൻ വിസ എക്സ്റ്റൻഷൻ അപേക്ഷകൾക്കും ഈ അധിക ബയോമെട്രിക് ഫീസ് നൽകണമെന്ന് DHS കർശനമാക്കിയിരിക്കുകയാണ്. സാധാരണ USCIS ഫീസുകൾക്ക് പുറമെയാണ് ഈ ഭീമമായ തുക നൽകേണ്ടി വരുന്നത്. ഈ പുതിയ നിയമം എല്ലാ അമേരിക്കൻ കമ്പനികൾക്കും ഒരുപോലെയല്ല ബാധകമാകുന്നത്. കൃത്യമായ ചില നിബന്ധനകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, കമ്പനിയിൽ കുറഞ്ഞത് 50 ജീവനക്കാർ ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, ആ കമ്പനിയിലെ മൊത്തം ജീവനക്കാരുടെ 50% അധികവും H-1B അല്ലെങ്കിൽ L-1 വിസ ഹോൾഡർമാർ ആയിരിക്കണം. ഇന്ത്യയിലെ വൻകിട IT സേവന ദാതാക്കളായ TCS, ഇൻഫോസിസ്, വിപ്രോ, HCL തുടങ്ങിയ പ്രമുഖ IT കമ്പനികളുടെ US ഓഫീസുകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. കാരണം ഇത്തരം കമ്പനികളിലാണ് വിദേശ ജീവനക്കാരുടെ അനുപാതം കൂടുതലായിട്ടുള്ളത്. DHSന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഈ പുതിയ ഫീസ് എക്സ്റ്റൻഷനുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിലൂടെ US സർക്കാരിന് 2026 സാമ്പത്തിക വർഷത്തിൽ $37.9 ദശലക്ഷം 2027 സാമ്പത്തിക വർഷത്തിൽ $40 ദശലക്ഷം അധിക വരുമാനമായി ലഭിക്കും. അമേരിക്ക ഓരോ വർഷവും അനുവദിക്കുന്ന ഏകദേശം 85,000 H-1B വിസകളിൽ 70% നേടുന്നത് ഇന്ത്യക്കാരാണ്. അതുപോലെ തന്നെ നിലവിൽ US-ൽ ഗ്രീൻ കാർഡ് ബാക്ക്ലോഗുകളിൽപ്പെട്ട് വർഷങ്ങളായി കാത്തിരിക്കുന്ന ഏകദേശം 10 ലക്ഷത്തോളം ഇന്ത്യക്കാരുമുണ്ട്. ഈ ഇന്ത്യക്കാരുടെ ഗ്രീൻ കാർഡ് പ്രോസസിംഗ് പൂർത്തിയാകുന്നതുവരെ ഓരോ 3 വർഷം കൂടുമ്പോഴും അവരുടെ H-1B വിസ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഇനി മുതൽ ഓരോ തവണ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴും കമ്പനിക്ക് $4000 അധിക ബാധ്യത വരും. ഇതിന്റെ ആഘാതം എന്തൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കൻ കമ്പനികൾ വിദേശ ജീവനക്കാരുടെ എക്സ്റ്റൻഷൻ നടത്തുന്നതിന് പകരം കൂടുതൽ തദ്ദേശീയരായ ആളുകളെ ജോലിക്കെടുക്കാൻ മുൻഗണന നൽകിയേക്കാം. ലേ ഓഫ് സാധ്യതകൾ നിലനിൽക്കുന്ന ഈ സമയത്ത് ജീവനക്കാരുടെ എക്സ്റ്റൻഷന് വരുന്ന ഭാരിച്ച തുക കാരണം കമ്പനികൾ ജീവനക്കാരെ പിരിച്ചുവിടാനോ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനോ ഉള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ വർഷം പുറത്തുവന്ന ഒരു ഉത്തരവ് പ്രകാരം പുറത്തുനിന്നും പുതിയ അപേക്ഷകരെ കൊണ്ടുവരുമ്പോൾ $1 ലക്ഷം വരെയുള്ള തുകയുടെ നിയന്ത്രണങ്ങളും മിനിമം വേതനം ഉയർത്താനുള്ള നിർദ്ദേശങ്ങളും വന്നിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം പുറത്തുവിട്ട ഒരു ഉത്തരവ് പ്രകാരം പുറത്തുനിന്നും പുതിയ അപേക്ഷകരെ കൊണ്ടുവരുമ്പോൾ $1 ലക്ഷം വരെയുള്ള തുകയുടെ നിയന്ത്രണങ്ങളും മിനിമം വേതനം ഉയർത്താനുള്ള നിർദ്ദേശങ്ങളും വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ പുതിയ പ്രഹരം. അതുകൊണ്ട് നിലവിൽ അമേരിക്കയിൽ H-1B L-1 വിസകളിൽ ജീവനക്കാരുടെ വിസകൾ തൽക്കാലം റദ്ദാക്കുകയില്ല. നിലവിലെ വിസ കാലാവധി വരെ നിങ്ങൾക്ക് തുടരാം. എന്നാൽ സെപ്റ്റംബർ 9 ശേഷം നിങ്ങളുടെ കമ്പനി വിസ എക്സ്റ്റൻഷനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ അധിക ഫീസ് അടയ്ക്കേണ്ടി വരും. നിങ്ങളുടെ എക്സ്റ്റൻഷൻ അപേക്ഷ സെപ്റ്റംബർ 9 ശേഷം ഫയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ ഏറ്റവും പുതിയ ഫീസ് നിബന്ധനകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എക്സ്റ്റൻഷൻ ഫീസ് നിയമപ്രകാരം കമ്പനി തന്നെയാണ് വഹിക്കേണ്ടത്. ജീവനക്കാരിൽ നിന്നും അത് ഈടാക്കാൻ പാടില്ല. തൊഴിൽദാതാവുമായി നിങ്ങളുടെ വിസ എക്സ്റ്റൻഷൻ കാര്യങ്ങൾ മുൻകൂട്ടി സംസാരിച്ച് കൃത്യമായ പ്ലാനിംഗ് നടത്തുന്നത് നല്ലതായിരിക്കും. US ട്രെൻഡുകൾ വ്യക്തമാക്കുന്നത് ഇമിഗ്രേഷൻ നിയമങ്ങളും സാമ്പത്തിക ബാധ്യതകളും വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാകുമെന്നാണ്.
ഇമിഗ്രേഷൻ സംബന്ധമായ ഇതുപോലെയുള്ള പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.